ഇല്ല അതൊക്കെ അതെല്ലാം കാലക്രമേണ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് മറക്കപ്പെട്ടിട്ടുണ്ട്, അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അതും സ്വാഭാവികമായും അത് പോയി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടു, എനിക്കതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ്. അവൻ നന്നാവണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രയേ നിലപാടിനൊപ്പം മറ്റു നേതാക്കൾ നിൽക്കാത്തതിൽ വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല. ഓരോരാൾക്കും ഓരോ കൺസെപ്റ്റാണ്. എനിക്ക് എൻ്റെ കൺസെപ്റ്റ്, അവർക്ക് അവരുടെ കൺസെപ്റ്റ്. ഓരോരാളെ തിങ്കിങ്ങും ആര് മനസ്സിലാക്കുന്നില്ല. അത് അവരോട് പോയി ചോദിക്കും. അത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ പറയാൻ? ഇദ്ദേഹത്തിന്റെ മനസ്സ് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അദ്ദേഹമല്ലേ പറയാൻ പറ്റുള്ളൂ. വേഗം കുത്തപ്പോയി പാടിയുണ്ടാവും. പാർട്ടിയാണല്ലോ സസ്പെൻഷൻ തീരുമാനത്തിലേക്ക് എത്തിയത്. ഏത് സസ്പെൻഷനിലെത്തിന്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് പാർട്ടിയാണല്ലോ, കോൺഗ്രസ് ആണ്. ഞാൻ മീറ്റിംഗിലൊന്നും ഉണ്ടായിട്ടില്ല. ആ യോഗത്തിലൊന്നും ഞാൻ ഉൾപ്പെടെ എടുത്ത തീരുമാനം എന്നാണ് പറഞ്ഞത്. ആര്? നേരത്തെ ചെന്നിത്തല അടക്കം പറഞ്ഞത്. എനിക്കറിയില്ല. അത് ചെന്നിത്തല പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എനിക്ക് അത്രയേ പറയാൻ പറ്റൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചോദ്യമില്ല. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.